ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഡേ ടു ഡേ വ്ളോഗിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശരത് കുമാർ പാട്ടത്തിൽ നിന്നാണ്. ആലപ്പുഴ ജില്ലയിൽ കായംകുളം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. നമ്മൾ പറയാൻ പോകുന്നത് PM കിസാൻ പ്രധാനമന്ത്രിയുടെ കർഷക സമ്മാൻ നിധി നമ്മുടെ ഈ ഫെബ്രുവരി 24 വരുവാണെന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് ഈ PM കിസാൻ സമ്മാൻ നിധി ഇപ്പം മുടങ്ങാതിരിക്കാൻ കേരള സർക്കാരിൻ്റെ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണോ? ഒരുപാട് പേരുടെ സംശയങ്ങളാണ്. ഈ PM കിസാൻ സമ്മാൻ നിധിയും കതിർ ആപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ യാതൊരു ബന്ധവുമില്ല. PM കിസാൻ സമ്മാൻ നിധി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതിയാണ്. 2019 ഫെബ്രുവരി 24 ആ പദ്ധതി നടപ്പാക്കാൻ തുടങ്ങിയത്. ഒരു വർഷം 2000 രൂപ എന്ന നിരക്കിൽ പ്രതിവർഷം ഒരു ഗഡുവിൽ 2000 രൂപ എന്ന നിരക്കിൽ പ്രതിവർഷം 6000 രൂപ നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് PM കിസാൻ സമ്മാൻ നിധി. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകർക്ക് അവരുടെ കുടുംബങ്ങൾക്കും വരുമാനം, പിന്തുണ എന്നിവ നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അതേപോലെ തന്നെ കതിർ ആപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഷിക സേവനങ്ങൾക്ക് ഒരു ഏകജാലക സംവിധാനമാണ്. കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കതിർ ആപ്പ്. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കതിർ ആപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥാ വിവരങ്ങൾ അറിയാൻ മണ്ണ് പരിശോധനാ സംവിധാനം, പ്ലാന്റ് ഡോക്ടർ സംവിധാനം, കർഷക പദ്ധതി വിവരങ്ങൾ, വകുപ്പിൻ്റെ പ്രോഗ്രാം സംബന്ധിച്ച വിവരങ്ങൾ, വിള സംബന്ധമായ വിവരങ്ങളൊക്കെയാണ് കതിർ ആപ്പിനുള്ളത്. അപ്പോൾ കതിർ ആപ്പും PM കിസാനുമായി യാതൊരു ബന്ധവുമില്ല. കതിർ ആപ്പിൽ നമുക്ക് വ്യാപകമായ രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകരുണ്ടെങ്കിൽ അവർ പോയി രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതായത് PM കിസാനുമായിട്ട് ഇത് യാതൊരുവിധ ബന്ധങ്ങളും ഇല്ല എന്ന് നമ്മൾ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. കൂടാതെ PM കിസാൻ മുടങ്ങാൻ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് സീഡിങ് നോ ആയിരിക്കണം. അതായത് നമ്മളൊരു വസ്തു കഴിഞ്ഞ തവണ നമുക്ക് PM കിസാൻ കിട്ടിയ വ്യക്തികളാണ്. ഈ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ വസ്തു നമ്മുടെ മക്കളിലേക്ക് അല്ലെ മറ്റൊരാളിലേക്കൊക്കെ എഴുതി കൊടുത്തു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് PM കിസാൻ മുടങ്ങാൻ സാഹചര്യമുണ്ട്. കൂടാതെ നമ്മൾ അക്കൗണ്ടുകളൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം. ലാസ്റ്റ് ചെയ്ത അക്കൗണ്ട് ചിലപ്പോൾ ആധാർ എഡിറ്റിംഗ് ഉണ്ടായിരിക്കാം. അക്കൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുള്ളവർക്ക് ഈ KYC ചെയ്യുന്നതിനകത്ത് നോ ആയിരിക്കും കിടക്കുന്നത്. നമുക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ KYC യെസ്, ലാൻഡ് സീഡിങ് യെസ്, FTO പ്രോസസ്സ് യെസ്, ഫണ്ട് ട്രാൻസ്ഫറിങ് പ്രോസസ്സ് യെസ് ആയിരിക്കണം. അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കും PM കിസാന്റെ ഗഡുക്കൾ പോകാൻ സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സംശയമുള്ളവർക്ക് കഴിഞ്ഞ തവണ വന്നിട്ടുള്ള ആരും ചെയ്യേണ്ട ആവശ്യമില്ല. 100ൽ 98% ആളുകൾക്കും PM കിസാൻ യാതൊരുവിധ അപ്ഡേഷനും ഇല്ലാതെ ഈ തവണത്തിൽ കിട്ടുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ വീഡിയോ പലർക്കും പ്രയോജനപ്രദമാകട്ടെ. കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമുകൾ, കൃഷി സംബന്ധമായ വിവരങ്ങൾ, പഞ്ചായത്ത് തല വികസന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും നമ്മുടെ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിലും മറ്റ് കേന്ദ്ര സർക്കാർ പദ്ധതികൾ കാണണമെന്നുണ്ടെങ്കിലും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഉള്ള വിശ്വാസത്തോടു കൂടി എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഓക്കെ, അടുത്ത വീഡിയോവായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.